അമ്മേ, നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? എന്ത് ഇരുട്ടാ ഇവിടെ. അതെ അമ്മേ, ഇവിടെ നല്ല നാറ്റവും ഉണ്ട്. കുഴപ്പമില്ല മക്കളെ, ഇന്ന് മാത്രമേ ഉള്ളൂ ഇത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മാത്രമേ ഇവിടെ താമസിക്കുകയുള്ളൂ? നാളെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമോ? സത്യം, നാളെ പുതിയ വീട്ടിലേക്ക് പോകുമോ? പറയച്ചാ. പിങ്കിയുടെയും സോനുവിന്റെയും നിഷ്കളങ്കമായ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ കുറെ നേരത്തിനു ശേഷം കുട്ടികൾ ഇത് വീണ്ടും ചോദിച്ചപ്പോൾ അവസാനം അവരുടെ അമ്മ നിധി പറഞ്ഞു, ഇല്ല, നമ്മൾ എവിടേക്കും പോകുന്നില്ല. പുതിയ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് പണം നമുക്ക് ആവശ്യം വരും. മനസ്സിലായല്ലോ? ഇപ്പോൾ മിണ്ടാതെ കിടക്ക്. പക്ഷേ അമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഇന്ന് മാത്രം ബുദ്ധിമുട്ടിയാൽ മതിയെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് താമസിക്കാൻ മാത്രമേ ബുദ്ധിമുട്ട് കാണൂ. അതിനുശേഷം ശീലമായിക്കോളും. പിന്നെ ഈ ഇരുട്ടും നാറ്റവും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല കുട്ടികളെ. ഇത് പറഞ്ഞപ്പോൾ നിധിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മക്കളും ഈ വേദന ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാകണം. അതുകൊണ്ടവർ വേറെയൊന്നും പറയാതെ മിണ്ടാതെ കണ്ണുകളടച്ച് ഉറങ്ങാൻ തുടങ്ങി. ഇതൊന്നും ഈ നഗരത്തിൽ ഞാൻ ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ ഇന്ന് നടക്കുന്നത് കണ്ടോ? സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കാതെ കിടക്ക്. വേഗം ഉറങ്ങ്. നാളെ എഴുന്നേറ്റ് നമുക്ക് ബാക്കിയെല്ലാം ചിന്തിക്കാം. എന്നാൽ രണ്ടുപേർക്കും ഉറക്കം വന്നതേയില്ല. സൂരജ് ഉറങ്ങാതെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് കിടന്നുകൊണ്ടേയിരുന്നു. ആ കാഞ്ചി സേട്ട് കുറച്ച് ദയ കാണിക്കൂ. എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാണ്? ഇതിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഇത് നിന്റെ വിധിയാ. എവിടേക്കെങ്കിലും ഇറങ്ങിപ്പൊക്കോ. എങ്ങനെയെങ്കിലും എന്റെ മുറിയിൽ നിന്ന് ഒഴിഞ്ഞു തരണം. എടാ വാടാ, പെട്ടെന്ന് എല്ലാ സാധനങ്ങളും വെളിയിലെടുത്ത് കളയേ. പോയിട്ട് വേറെ പണിയുണ്ടെനിക്ക്. സേഠ്ജി, താങ്കളുടെ മുറിയുടെ വാടക ഞങ്ങൾ ഉറപ്പായും തരും. എന്നാൽ കുറച്ചു ദിവസത്തെ സാവകാശം വേണം. ഇത്രയും പണമുണ്ടായിട്ടും ചെറിയ മനസ്സ് കാണിക്കരുത്. കുറച്ച് കരുണ കാണിക്കൂ. നിന്നെ പോലെയുള്ളവന് നേരെ ദയ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനും നിന്നെ പോലെയൊക്കെ ആകും. എനിക്ക് ഭിക്ഷക്കാരനാകാൻ താല്പര്യമൊന്നുമില്ല. ഇതാണ് കാഞ്ചി സേട്ട്. അയാളുടെ തുണിമില്ലിലാണ് സൂരജിന്റെ ജോലി. എന്നാൽ എപ്പോഴാണോ ഒരു കാർ ആക്സിഡന്റിൽ സൂരജിന്റെ ഒരു കാൽ പോയത്, അപ്പോൾ മുതൽ കാഞ്ചി സേട്ടിന്റെ കണ്ണിലെ കരടാണവൻ. കാരണം ഒരു കാലില്ലാത്തതുകൊണ്ട് സൂരജിന് നന്നായി ജോലി ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ലാതെ സൂരജും കുടുംബവും താമസിച്ചിരുന്ന മുറിയും കാഞ്ചി സേട്ടു സൂരജിന് വാടകയ്ക്ക് കൊടുത്തിരുന്നതായിരുന്നു. എന്നാൽ ചികിത്സയുടെയും മരുന്നുകളുടെയും കാരണം കൊണ്ട് സൂരജിന് വാടക കൊടുക്കാൻ കൃത്യമായി കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല സേഠ്ജി. എന്റെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. നിങ്ങൾ ഹൃദയമില്ലാത്തവനായി. നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ എന്റെ ഗുണത്തെക്കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? പോയിക്കോ ഇവിടെ നിന്നും. ഇനിയും എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പൈസ തിരികെ തരാനായിരിക്കണം. കേട്ടല്ലോ? സൂരജിനെയും കുടുംബത്തെയും അപമാനിച്ചതിനു ശേഷം കാഞ്ചിസീട്ടും അയാളുടെ ആളും പോയി. സൂരജിനും അയാളുടെ കുടുംബത്തിനും എടുത്തുകൊണ്ടുപോകാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടായിരുന്നു അത് കുട്ടികളോടൊപ്പം പങ്കുവെച്ച് അവർ സമയം ചിലവഴിച്ചിരുന്നു. എന്നാൽ സൂരജിന്റെ ഈ അവസ്ഥ കണ്ട് ആരും അവന് ജോലി കൊടുത്തില്ല. വഴിയില്ലാതെ നടന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായപ്പോൾ നേരം ഇരുട്ടുന്നതിനു മുൻപായി തന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനും പറ്റിയില്ല. നമ്മളിപ്പോൾ ഓടയിലാണെന്ന് വിശ്വാസം വരുന്നില്ല. എന്നാൽ ഈ സ്ഥലം അത്ര മോശമല്ല അല്ലേ? ഞാനിത് നാളെ നന്നായി വൃത്തിയാക്കാം. നമുക്കിവിടെ കളിമണ്ണ് കൊണ്ടൊരു അടുപ്പുണ്ടാക്കിയാലോ? പിന്നെ കിടക്കാനും ഒരു സ്ഥലം കണ്ടുപിടിക്കാം. പിന്നെ ഒരു പ്രശ്നവും വരില്ല. ഇല്ല നിധി, ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം നമുക്ക് വരും. നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. അയ്യോ, എന്തിനാ അങ്ങനെ പറയുന്നത്? ഇത് സർക്കാരിന്റെയല്ലേ. സർക്കാർ എങ്ങനെ അറിയും നമ്മളിവിടെ ഉള്ള കാര്യം? നമ്മളെ ആരിവിടെ നിന്നും പുറത്താക്കാനാ? നമ്മൾ പുറത്തു പോകേണ്ടി വരും. ഈ ഉണങ്ങിയ ഓടയിലേക്ക് വെള്ളം വീണ്ടും വന്ന് നിറയാൻ തുടങ്ങിയാൽ കുറേ വർഷമായിട്ട് ഈ ഓടയിൽ നിന്നും വെള്ളം ഒഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉണങ്ങിക്കിടക്കുന്നത്. എന്നാൽ എന്നും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. ഇതൊക്കെ ചിന്തിക്കുന്നത് നിർത്തി ഈ സ്ഥലം നമ്മുടെയാണെന്ന് ചിന്തിക്ക്. ശരി, നീ പോയി കിടക്ക്. നാളെ രാവിലെ ഞാൻ വെളിയിൽ പോയി കുറച്ച് ജോലി അന്വേഷിക്കാൻ നോക്കാം. എന്തെങ്കിലും കഴിക്കാനും കൊണ്ടുവരാം. നീ കുട്ടികളുടെ കൂടെ ചേർന്ന് ഇവിടെ വൃത്തിയാക്കാൻ നോക്ക്. കേട്ടോ? ശരി. അങ്ങനെ ഈ ഓടയുടെ താഴെ ആ പാവം കുടുംബം